ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പൊന്നാനി ആനപ്പടിയിലുള്ള LP സ്കൂളിന്റെ ഇന്നും ഇന്നലെയും പെയ്ത മഴയിൽ സ്കൂളിന്റെ ഇപ്പോഴത്തെ വളരെ ശോചനീയമായിട്ടുള്ള ഈ ഒരു അവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, വരുന്ന 10 ദിവസങ്ങൾക്ക് ശേഷം സ്കൂൾ ഓപ്പൺ ചെയ്യാനിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയുള്ളത്. എന്തായിരുന്നാലും ഈ വരുന്ന 6 മാസക്കാലം, അതായത് മഴക്കാലം കഴിയാതെ തന്നെ ഈ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ കഴിയോ എന്നുള്ള തരത്തിലുള്ള വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, 2 ദിവസത്തെ മഴ മാത്രമാണ് ഇത്തരത്തിലുള്ള അവസ്ഥ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങൾക്കുള്ള മഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സ്കൂൾ ഈ വരുന്ന 6 മാസം കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പ്രാഥമിക ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസമാവട്ടെ, ജീവനോപാധി മുതൽ ഇന്ന് നമ്മളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഫുഡൊക്കെ പാർസൽ ചെയ്യാണ്. കാരണം അവിടെ വെള്ളം കയറിയിട്ട് വരുന്ന വഴിയിലൊക്കെ വണ്ടി കയറാൻ പറ്റാതെയും അതുപോലെ ഹോട്ടലിനുള്ളിലേക്ക് വെള്ളം കയറിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള നമ്മുടെ പാർപ്പിടം, ജീവനോപാധി, വിദ്യാഭ്യാസം, ഇതൊക്കെ വെള്ളത്തിനടിയിലാക്കിയിട്ട് എന്ത് പുരോഗമനമാണ് കേരളത്തിന് കൊണ്ടുവരാനായിട്ടുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ 4 വരിപ്പാത അല്ലെങ്കിൽ 8 വരിപ്പാത എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഇത്രയും ഹൈറ്റുള്ള റോഡ് നിന്ന് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കൊണ്ടിരിക്കുക, സ്കൂളുകളിലേക്കും